ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാൻ UDF. മറ്റന്നാൾ മുതൽ ഫെബ്രുവരി 1 വരെയാണ് ചർച്ച. ആദ്യ ദിനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് കൂടിക്കാഴ്ച. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നു. അതിൽ സീറ്റ് വിഭജനം വളരെ പ്രധാനപ്പെട്ട ഒന്നാകും. ആ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ UDF കടക്കുകയാണോ? അതായത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ സീറ്റ് വിഭജനത്തിലേക്ക് കടന്നുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDFന്റെ തീരുമാനം. കോൺഗ്രസ് നിലവിൽ തന്നെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. UDFലും കാര്യങ്ങൾ നീക്കുപോക്കിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള സമയത്താണ് UDF വിവിധ ഘടകകക്ഷികളുമായി UDF കൺവീനറും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുക. കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ചായിരിക്കും ചർച്ച. ആദ്യ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായും 29-ന് മുസ്ലിം ലീഗ്, 30-ന് RSP, അതിനുശേഷം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമായും ചർച്ച നടത്തും. 31-ന് ഡെമോക്രാറ്റിക് പാർട്ടി JSS എന്നിവരുമായിട്ടും ചർച്ചയുണ്ട്. അത്തരത്തിൽ കൃത്യമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം സുഗമമാക്കാനാണ് UDFന്റെ തീരുമാനം. എന്തായാലും ഈ ചർച്ചകൾ കഴിയുന്നതോടുകൂടി ആർക്കൊക്കെ ഏതൊക്കെ സീറ്റ് എന്ന കാര്യത്തിൽ വ്യക്തത വരും. കോട്ടയം സീറ്റ് ഉൾപ്പെടെ ഘടകകക്ഷികൾ ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ചർച്ച വളരെ നിർണായകമാണ്. കാരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനാണ് UDFന്റെ തീരുമാനം. എന്തായാലും കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. നേതൃതലത്തിൽ ഒരു ചർച്ച പൂർത്തിയാക്കി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാനാണ് UDFന്റെ നിലവിലെ തീരുമാനം. ജയശങ്കർ, ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വളരെ വേഗം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുക എന്നതാണോ UDFന്റെ പരിപാടി? അനുജ, അത് തന്നെയാണ് തീരുമാനം. കാരണം വലിയ വിവാദത്തിലേക്ക് കടക്കാതെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങണമെന്നാണ് UDFന്റെ നിലവിലെ തീരുമാനം. കാരണം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് വലിയ സാധ്യതകളുണ്ട്. 20 സീറ്റും നേടാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പല നേതാക്കളും ഈ അഭിപ്രായം കഴിഞ്ഞിടെയെല്ലാം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി പ്രശ്നങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് UDF വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ഇത്തരമൊരു ചർച്ചയിലേക്ക് കടക്കാൻ UDF തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ഘടകകക്ഷികളുമായി ഇത്തരത്തിലൊരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കുന്നത്. ഇതിൽ ജോസഫ് വിഭാഗം ഉൾപ്പെടെ കോട്ടയം സീറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് കൂടുതൽ സീറ്റ് വേണമെന്നൊരു താല്പര്യവുമുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ വരും. എന്തായാലും ഏറെക്കുറെ UDFൽ വലിയ പ്രശ്നങ്ങളില്ല, കാര്യങ്ങൾ സുഗമമാണ്. എന്തായാലും ചർച്ചയോടുകൂടി ഇതിനൊരു അന്തിമ രൂപം വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് UDF കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് UDF കടക്കുന്നത്. മറ്റന്നാൾ മുതൽ ഫെബ്രുവരി 1 വരെയാണ് നിർണായക ചർച്ചകൾ.